Hello, my dear students. Welcome to BioTopper. Today we are going to discuss Chapter 2 Biological Classification Kingdom Protista. The term Protista originated from a Greek word which means the very first. This group form a connecting link between prokaryotic kingdom and the multicellular kingdoms like fungi, plantae, and animalia. So which is the prokaryotic kingdom that we have seen in the last class, that is moneyrens. So moneyrens എന്നുള്ള കിങ്ഡത്തിനെയും ഇനി നമ്മൾ കാണാൻ പോകുന്ന ഫഞ്ചെ പ്ലാന്റ് ആൻഡ് അനിമേലിയ എന്ന കിങ്ഡത്തിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് പ്രൊട്ടിസ്റ്റ. സോ കണക്ട് ചെയ്യുന്ന ലിങ്ക് എന്ന് പറയുമ്പോൾ ആ ലിങ്കിന് ഇതിന് മുന്നേയും അതിന് ശേഷവും വരുന്ന ഗ്രൂപ്പിൻ്റെ ക്യാരക്ടേഴ്സ് ഷോ ചെയ്യും. അങ്ങനെയുള്ളൊരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ബയോളജിയിൽ കണക്റ്റിംഗ് ലിങ്ക് എന്ന് പറയുന്നത്. ദോസ് ഓർഗാനിസംസ് ഓർ ദോസ് ഗ്രൂപ്പ് വിച്ച് ഷോസ് ദ ക്യാരക്ടേഴ്സ് ഓഫ് ബോത്ത് the linking groups. Here all the organisms are single celled as well as eukaryotic. Eukaryote എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ്? They are having a well defined nucleus as well as they are having the membrane bound organelles. All these members are primarily aquatic. They may be with or without flagella or cilia, and the mode of reproduction may be both asexual as well as sexual. What do you mean by flagella? Flagella എന്താണ്? ഒരു locomotive structure ആണ്. They may be long thread-like structure which help the organism to move about. Cilia ആണെങ്കിലോ സിലിയയും locomotor structure തന്നെയാണ്, but they are very fine threads. ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാജെല്ല ലെങ്തി ആയിരിക്കും, whereas cilia may be minute structure, smaller ആയിരിക്കും when compared to flagella, and it may be surrounded all over the body. ന്യൂമറസ് ആയിരിക്കും. ഏത് ഫ്ലാജെല്ല അല്ല, cilia ന്യൂമറസ് ആയിരിക്കും, flagella will be lesser in number. Both are locomotory structures. Now we can see the categories of protistans. They are chrysophytes, dinoflagellates, euglenoids, slimeoids, and protozoans. First, let's see what are chrysophytes. They are diatoms and golden algae. Golden algae are otherwise called as desmids. They are seen both in fresh water as well as in marine water. They are microscopic and they float passively in the water currents. Those organisms which are flowing passively along with the water currents are known as planktons. സോ അവർ മൈക്രോസ്കോപ്പിക് ആണ്, അവർ പാസീവായിട്ട് വാട്ടർ കറണ്ട്, വെള്ളം എങ്ങോട്ട് ഒഴുകുന്നു അതിനൊപ്പം വെള്ളത്തിനോട് ഒഴുക്കിനൊപ്പം ഒഴുകിപ്പോകുന്ന ഓർഗാനിസംസ് ആണ്. അതാണ് പാസീവ്ലി. ദേ ആർ നോട്ട് ഡൂയിങ് എനി എഫേർട്ട് ടു സ്വിം, സോ ദേ വിൽ ബി പാസീവ്ലി ഫ്ലോട്ടിങ്. അങ്ങനെയുള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത്. ദേ ആർ ഫോട്ടോസിന്തറ്റിക്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. വാട്ട് യു മീൻ ബൈ ഫോട്ടോസിന്തറ്റിക് നമ്മൾ ഒത്തിരി കണ്ടതാണ്. ദെൻ the cell wall are embedded with silica, and since it is embedded with silica endana, they are indestructible. So the cell walls of diatoms are just like a soap box. They form two overlapping silica shells which fit together. So ഒരു സോപ്പ് ബോക്സ് പോലെ ഒന്നിൻ്റെ അകത്തേക്ക് ഒന്നിൻ്റെ മുകളിലേക്ക് മറ്റൊന്ന് മൂടി വെച്ച പോലെ, ഒരു സോപ്പ് ബോക്സ് എങ്ങനെയായിരിക്കും അതുപോലെ മൂടി വെച്ച പോലെ ഓവർലാപ്പിംഗ് സിലിക്ക സെൽസാണ് ഡയറ്റംസിൻ്റെ സെൽ വാളിൻ്റെ പ്രത്യേകത. ഈ ഓർഗാനിസംസ് വളരെ ഭംഗിയായിട്ടുള്ള ഓർഗാനിസം ആണ് കേട്ടോ. നമുക്കിത് കാണാം. വളരെ ചെറിയ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ പോലും വളരെ എന്താ പറയുക, ഡിസൈനർ ഓർണമെൻ്റൽ ലൈക്കൊക്കെയാണ് ഇതിൻ്റെ ബോഡി സ്ട്രക്ചർ കാണുന്നത്. നമുക്കിവിടെ പിക്ചർ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. we will be getting inspired by seeing these structures. ഒത്തിരി ഓർണമെൻറ്റ്സ് ഒക്കെ
ഈ സ്ട്രക്ചറിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. സോ നമ്മൾ നേരത്തെ കണ്ടു, ദേ ആർ ഇൻഡിസ്ട്രക്റ്റബിൾ. സോ ദ അക്യുമുലേഷൻ ഓഫ് ദ ലാർജ് എമൗണ്ട് ഓഫ് സെൽ വാൾ ഡെപ്പോസിറ്റ്സ് ഓഫ് ഡയറ്റംസ് ഓവർ ബില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സിലിക്കേഷ്യസ് ആയിട്ടുള്ള സെൽ വാളിനെയാണ് നമ്മൾ വാട്ട് വി ആർ സെല്ലിങ് ദിസ് റെഫർ ടു ആസ് ഡയറ്റമേഷ്യസ് എർത്ത്. So these, since they are very brittle or gritty in nature, they are used in polishing and filtration industries. Now we can move to dinoflagellates. Dinoflagellate means two flagellate organism. ഒരെണ്ണത്തിന് രണ്ട് ഫ്ലാജെല്ല ഉണ്ട്. സോ ഒരു ഫ്ലാജെല്ല നമുക്കിവിടെ കാണാം. ഒരു ഫ്ലാജെല്ല ലോഞ്ചിറ്റ്യൂഡിനൽ ആണെങ്കിൽ മറ്റൊരു ഫ്ലാജെല്ല ട്രാൻസ്വേഴ്സ് ആയിട്ടാണ്. സോ ടു ഫ്ലാജെല്ലേറ്റ് അനിമൽസിനെയാണ്, അല്ലെങ്കിൽ ടു ഫ്ലാജെല്ലേറ്റ് ടൈപ്പ് പ്രൊട്ടിസ്റ്റിനെയാണ് നമ്മൾ ഡിനോഫ്ലാജെല്ലേറ്റ് പറയുന്നത്. ദേ ആർ മോസ്റ്റ്ലി മറൈൻ, ദേ ആർ ഫോട്ടോസിന്തറ്റിക്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം. ഹിയർ ഐ ഹാവ് ഷോൺ എ എക്സാമ്പിൾ ഓഫ് ഗോണോലെക്സ്. സോ ഇറ്റ് ഈസ് ഹാവിങ് സ്റ്റിഫ് സെല്ലുലോസ് പ്ലേറ്റ്സ് ഓൺ ദ ഔട്ടർ സർഫേസ്. ഇതിൻ്റെ ഔട്ടർ സർഫേസിൽ ഈ കാണുന്ന പടച്ചട്ട പോലെ കാണുന്നതാണ് അതിൻ്റെ സ്റ്റിഫായിട്ടുള്ള സെല്ലുലോസ് സെൽ വാൾ. So another important aspect we have to study in regard to this gonolax is that they are responsible for red tide. Red tide is nothing but the rapid multiplication of this gonolax makes the sea appear red. കടൽ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ വളരെ റെഡായിട്ടിരിക്കുന്നത്. അതെന്താണ്? ഡ്യൂ ടു ദ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ ഗോണോലാക്സ്. ഇത് അത്ര വലിയ നല്ല കാര്യമൊന്നുമല്ല. ഇത് ദേ ആർ ടോക്സിൻസ്. ദേ റിലീസ് ടോക്സിൻ ഇൻ സച്ച് എ ലാർജ് നമ്പേഴ്സ് ദാറ്റ് മേ ബി ഏബിൾ ടു ഈവൻ കിൽ മറൈൻ അനിമൽസ്. Now we are going to see what are euglenoids. Euglenoids are mixotrophic in nature. That is important. They are freshwater organisms and found in stagnant water. Stagnant water, what do you mean by stagnant water? Those water which is still. Stagnant എന്ന് പറഞ്ഞാൽ സ്റ്റിൽ ആയിട്ടുള്ള വാട്ടർ, ഒഴുകാത്ത വെള്ളമാണ് സ്റ്റാഗ്നന്റ് വാട്ടർ. അപ്പോൾ മിക്സോട്രോപ്പിക് എന്ന് പറഞ്ഞു. മിക്സോട്രോപ്പിക് മീൻസ് ഇറ്റ് ഷോസ് two types of nutrition, that is autotrophic as well as heterotrophic. So autotrophic നമ്മൾ ഒത്തിരി കണ്ടതാണ്. autotrophic means they are capable of producing their own food. അപ്പോൾ autotrophic ആയിട്ടുള്ള ഓർഗാനിസം ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ autotrophic എന്ന് കണ്ടു. they are having pigments which are very similar to that of higher plants. So they are capable of photosynthesizing. At the same time they are motile also. They are having flagella. Locomotory organisms. So they are during night time they may not be able to photosynthesize. So what they will do, they will be feeding on other small organisms, microscopic organisms. So പകൽ വെട്ടമുള്ളപ്പോൾ കുഴപ്പമില്ല അല്ലേ, they will be photosynthesizing. രാത്രി അതിന് വശന്നിരിക്കാൻ പറ്റാത്തത് കൊണ്ടിട്ട് they will be preying on other microscopic organisms. Next we are going to see slime molds. They are saprophytic protistans. Saprophytic endana? They will be feeding on dead and decayed organisms or materials. Dead and decayed. And their body moves along with the decaying twigs and leaves, engulfing the organic material. So suitable condition, they may be forming a plant body or the organism's body like an aggregation called plasmodium. So which can be spread over several feet. During favorable conditions, what they do? The plasmodium differentiate into fruiting bodies producing spores. So these spores process through walls and they are dispersed by the help of wind. Next group is protozoans. They are heterotrophs and they live as predators or parasites. They are
primitive relatives of animals. ആ പേരിൽ തന്നെയുണ്ട്. Proto means old, primitive relatives of animals. They are classified into 4 groups: amoeboid protozoans, flagellate protozoans, ciliated protozoans, and finally sporozoans. Amoeboid protozoans are heterotrophic in nature. They are seen in freshwater, seawater, or in moist soil. All those organisms which are like amoeba, amoeboid means like amoeba, and all those protozoans which are like amoeba are grouped under amoeboid protozoans. The key feature of these organisms are none other than the specialized foot, which is known by the term pseudopodia. Pseudopodia are nothing but temporary or semi-permanent extension of the cytoplasm, which help them organisms for feeding as well as for locomotion. Example, Entamoeba histolica. They move and capture their prey by putting out their pseudopodia. Now here we can see, here there is a prey and the organism is putting forth its pseudopodia and surrounding the organism. Finally it will be inside the organism so that it can digest the organism. So Entamoeba histolica is an example for parasitic amoeboid protozoa. Next is flagellated protozoa. They are also heterotrophic in nature. They are free living or parasitic. Main key feature of this group is they are flagellated. What do you mean by flagella? നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നു. Flagella are locomotory structures which are long and thread-like. So trypanosoma is an example which we have to study, which is a parasite which is causing African sleeping sickness. This is otherwise called as trypanosomiasis, and it is transmitted by a fly known as tsetse fly. So African sleeping sickness എന്ന് പറയുന്ന trypanosomiasis ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് tsetse fly എന്നുള്ള ഒരു ജീവിയാണ്. ഇത് നമ്മുടെ നാട്ടിലൊന്നുമില്ല, അത് ആഫ്രിക്കയിൽ ലോക്കലൈസ്ഡ് ആയിട്ടുള്ളൊരു ഇൻസെക്റ്റാണ്, വിച്ച് ഈസ് കോസിങ് ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നെസ്. നമുക്കിവിടെ ഒരു ഓർക്കാൻ വേണ്ടി ഒരു ആഫ്രിക്കക്കാരൻ ഉറങ്ങുന്നതായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് ഓൺലി ഫോർ എ റെപ്രസെൻറ്റേഷൻ so that you can remember. Group is ciliated protozoa. They are heterotrophic in nature. They are mostly aquatic and they are actively moving organisms because of the presence of cilia. Cilia നമ്മൾ പറഞ്ഞിരുന്നു നേരെ. Cilia എന്താണ്? They are fine thread-like structures. They may be present in numerous number. ഇവിടെ കാണുന്ന ഓർഗാനിസത്തിൽ സീലിയ ഉണ്ട്, തൗസൻഡ്സ് ഓഫ് നമ്പേഴ്സിൽ സീലിയ ഉണ്ട്. അല്ല, ഈ സ്ലിപ്പർ പോലെ ഇരിക്കുന്ന ഓർഗാനിസത്തിനെ ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു. ഇതിൻ്റെ പേരാണ് പരമേസിയം എന്ന് പറയും. പരമേസിയം ഈസ് എ സിംഗിൾ സെൽഡ് ഫ്രഷ് വാട്ടർ അനിമൽ. അതിൻ്റെ ഫീച്ചർ തന്നെ ഇതാണ്, ദേ ആർ ഹാവിങ് ദ ഷേപ്പ് ഓഫ് എ സ്ലിപ്പർ. This organism is having an opening towards the outside, which is meant by the term gullet. Another important peculiarity of this organism is that it is having 2 nuclei, macronuclei as well as micronuclei. നമ്മൾ ഇതിക്ക് മുന്നേ കണ്ട അമീബ പോലെ ഓർഗാനിസത്തിന് they are not having any definite shape, but here we can see that it is having a slipper like shape. This is due to a covering called pellicle. So the covering of this organism, protective covering of this organism is known as pellicle. So pellicle is having a opening called gullet and it is having 2 nuclei,
micronuclei as well as macronuclei. This is otherwise called as slipper-like animalcule. Pineal specialty, it is having cilia all over its body surface. ഒരു പോയിന്റ് കൂടി ഓർത്തിരിക്കണം. The large nucleus or macronucleus, it is having many sets of chromosomes and it is concerned with what? The functioning of the cell. Whereas small nucleus, small means micronucleus in എന്താണുള്ളത്? It is having the sets of chromosome which is concerned with reproduction. So the entrance point of view important ആണ്. The nucleus which is having the chromosomes or the genetic material, that is micronucleus. The fourth group is sporozoans, which are also heterotrophic. They includes the organisms which are having an infectious spore-like stage in their life cycle. The most important example is Plasmodium, which causes malaria. And the vector for causing malaria in humans is mosquito, especially female Anopheles mosquito. So female Anopheles mosquito is the vector for causing malaria in humans. With this we come to an end of chapter Kingdom Protista. In the next class we shall discuss about kingdom fungi of the chapter biological classification. So stay tuned, enjoy learning and subscribe to our channel, be a topper. Thank you.